ഹാരിയുടെ ഗേൾ ഫ്രണ്ട് മരിച്ചു എന്നാണ് തോന്നുന്നത് കേട്ടോ സുഹൃത്തുക്കളെ. 8ൻ്റെ പണി നമ്മുടെ റോഹിത്തിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപ് സീരിയലിൻ്റെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ റിവ്യൂലോട്ട് സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയത്തിനെ കാണാൻ ആശുപത്രിക്ക് പോകാമെന്നുള്ള മട്ടിന് കുളിയും കഴിഞ്ഞ് ഡ്രസ്സും മാറി ബാഗും തോളത്തിട്ട് റോഹിത്ത് പതിവ് പോലെ ഇറങ്ങുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ആ സമയത്താണെങ്കിൽ കൃഷ്ണജമോള് ചോദിക്കുകയാണ്, എവിടേക്കാണ് റോഹിത്തേട്ടാ ബാഗും തോളത്തിട്ടിട്ട്? അതേ, ഞാൻ അമ്മേനെ കാണാൻ ആശുപത്രിക്ക് പോവാം. ഓ, അമ്മേനെ കാണാൻ ആശുപത്രിക്ക്? ഇതെന്താ വഴിപാട് വല്ലതും ഉണ്ടോ ചോദിക്കണം. നീ നിൻ്റെ കാര്യം നോക്കടി, നീ എന്നെ ഭരിക്കാൻ വേണ്ടി വരണ്ടെന്ന് പറഞ്ഞിട്ട് റോഹിത്താണെങ്കിൽ പതുക്കെ അങ്ങോട്ട് പോകാനാട്ടോ സുഹൃത്തുക്കളെ. അലീനയ്ക്ക് ഡൗട്ട് അടിച്ചിട്ട് അലീനാണെങ്കിൽ ബാലേന്ദ്രനോട് പറയുകയാണ്, റോഹിത്തിൻ്റെ ഈ പോക്കിൽ എന്തോ ഒരു കള്ളത്തരം മണക്കണ്ടല്ലോ അച്ഛാന്ന് പറയുകയാണ്. അപ്പോഴെനിക്ക് ബാലേന്ദ്രൻ ചോദിക്കണം, എന്താ മോളെ നീ അങ്ങനെ പറഞ്ഞു, റോഹിത്തിൻ്റെ ഒരു കള്ളത്തരം ഉണ്ടെന്ന്? അതല്ല, ആശുപത്രിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ബാഗും തോളത്തിട്ടിട്ട്. അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് നല്ല രീതിയിൽ സംശയമുണ്ട്. ഇനിയിപ്പോൾ ഹരിയൊക്കെ ആയിട്ട് വല്ല കൂട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എന്തായാലും ഞാൻ ആശുപത്രിക്ക് പോകുന്നുണ്ട് മോളെ, അവനവിടെ വന്നിട്ടുണ്ടോയെന്ന് ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനാണെങ്കിൽ പറയുകയാണ്. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് ഹരിയുടെ ലവറാണെങ്കിൽ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാനെന്ന മട്ടിന് ഹരിയുടെ കെണിയിൽ വന്ന് പെടുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ആ പെൺകുട്ടീനെ കൊന്നു എന്നാണ് തോന്നണത്. പിന്നീട് പോലീസൊക്കെ വരുന്നുണ്ട്. എന്തായാലും റോഹിത്തിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ സുഹൃത്തുക്കളെ. എല്ലാവർക്കും ഒരു കൊച്ചു പ്രൊമോ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിച്ചും സബ് ചെയ്തും സപ്പോർട്ട് ചെയ്തിട്ട് പോണേ.